ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഡിഷ് ആൻഡ് ചെറുപയർ തോരനാണ് കേട്ടോ. റാഡിഷ് എന്ന് പറഞ്ഞാൽ മുള്ളങ്കി എന്ന് പറയും. അപ്പം മുള്ളങ്കിയും ചെറുപയറും കൂടി ഇട്ടുള്ളൊരു തോരനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചട്ടി വെച്ചു, അതിന് ശേഷം കടുക് വറുത്തു, കറിവേപ്പില ഇട്ടു, പിന്നെ അതിന് ശേഷം വറ്റൽമുളക് ഇട്ടു. അതൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ റാഡിഷ് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കണം. കാരണം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കുറച്ച് നേരം. അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത് മിക്സിയിലൊന്ന് ചതച്ച് ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നന്നായിട്ടൊന്ന് പൊത്തി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അതൊന്ന് മൂടി വെക്കണം കുറച്ച് നേരം. ഈ റാഡിഷിനകത്ത് തന്നെ വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളത്തിലൂടെ അത് വെന്തോളും. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ചതിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ടോ, ഏകദേശം വെന്തിട്ടാണ് ഇരിക്കുന്നത്. അത് സ്വയം വെന്തോളും, അതിനകത്തു നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്തോളും. അതിന് ശേഷം ഞാനവിടെ കുക്കറിലാണെങ്കിൽ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഇതിന്. എന്നിട്ട് ആ ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേവിച്ച ചെറുപയറാണ്, അതുകൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതാണ് റാഡിഷ് ആൻഡ് ചെറുപയർ തോരൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ്. ഓക്കെ, ബൈ.